പാലക്കാട് മേപ്പറമ്പിൽ അർദ്ധരാത്രി വീട് കയറി കുടുംബത്തിന് നേരെ CPM ആക്രമണം. പിരായിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും BJP നേതാവുമായ വാര്യംപറമ്പ് സ്വദേശി വിനോദിനും കുടുംബാംഗങ്ങൾക്കുമാണ് മർദ്ദനമേറ്റത്. 1.5 വയസ്സുള്ള കുട്ടിയെ എടുത്തെറിഞ്ഞതായും പരാതി. സംഭവത്തിൽ നടപടിയെടുക്കാൻ പോലീസ് വിമുഖത കാണിക്കുന്നതായും ആക്ഷേപം. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് മേപ്പറമ്പിലാണ് ഒരു കുടുംബത്തിന് നേരെ CPMന്റെ കണ്ണില്ലാത്ത ക്രൂരത ഉണ്ടായിരിക്കുന്നത്. അർദ്ധരാത്രി വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. 1.5 വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെ മർദ്ദിക്കാൻ വേണ്ടി കാല് പിടിച്ച് തലകീഴായി പിടിച്ച് ഉയർത്തിയെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു ഗാനമേള നടക്കുകയായിരുന്നു. ആ ഗാനമേളയ്ക്ക് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അവർ സമുദായക്കാർ തന്നെയാണ് അതിനെ സോൾവ് ചെയ്തിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അത് കഴിഞ്ഞ് അവർ വാലടിച്ച് കിടക്കുമ്പോഴാണ് ഈ 10-12 എണ്ണം കൂടെ കഞ്ചാവ് അടിച്ചത് പോലെ ഭ്രാന്ത് കാണിച്ച് എല്ലാ കുട്ടികളെയും ആക്രമിച്ച് അനിയനെ തലക്കടിച്ചു, അവൻ്റെ ഭാര്യനെ ആക്രമിച്ചു, കുട്ടികളെയൊക്കെ പിടിച്ച് അടിച്ചു, 1.5 വയസ്സുള്ള കുട്ടീനെ പിടിച്ച് തള്ളി വിട്ടു. എല്ലാം ചെയ്തു. അവർ ഭർത്താവും കുട്ടികളൊക്കെ വന്ന് ചോദിച്ചു ഞങ്ങൾ എന്താ പറയുക, വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ്. ആ കുട്ടിക്കാണെന്ന് ബെൽറ്റൊക്കെ ഇട്ട് പാല് കൊടുക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. ഇത്രയും ആക്രമണം ചെയ്യാൻ ഞങ്ങൾ ഒരു തെറ്റുമായി നാട്ടിൽ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഏത് കുറ്റം ഉണ്ടാക്കിയാലും ലാസ്റ്റ് ഞങ്ങളുടെ മേലേക്ക് തന്നെ കുറ്റം ഉണ്ടാക്കിയിട്ട് ഈ കേസൊക്കെ ഇല്ലാണ്ടാക്കി കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കുറേ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കണം മുന്നേ തുടങ്ങിയിട്ട് ഇന്ന് വരെ ആങ്ങളമാർ പ്രശ്നം ഉണ്ടാക്കുക, തല്ലുപടി എടുക്കുക, പോലീസ് സ്റ്റേഷനിൽ കയറുക, ജയിലിൽ കിടക്കുക. എന്നിട്ട് ഞങ്ങളുടെ സൈഡ് പറയാൻ ഒരാളും ഉണ്ടാവില്ല. ഒരു 10 ആളെങ്കിലും ഞങ്ങളുടെ സൈഡ് പറയണം പറഞ്ഞാൽ അതും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ കൂടപ്പിറപ്പുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലെ ഇങ്ങനെ ആക്രമിച്ചിട്ടും കൂടെ ഞങ്ങളുടെ സൈഡ് പറയാൻ ഒരാളും വന്നിട്ടില്ല. പോലീസുകാരടക്കം അതിന് ന്യായമായ ഒരു കാര്യം എഴുതി കൊണ്ടുപോയി അതിനൊരു കേസ് ശരിയാക്കി തരാമെന്ന് ഒരു വാക്ക് പറയാനില്ല. 85 വയസ്സായി അമ്മ IC കിടക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആസ്പത്രി കെട്ടി കളിക്കുമ്പോഴാണ് വീട് കയറി ആക്രമിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. BJPയുടെ പിരായിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ വിനോദിനും കുടുംബത്തിനും നേരെയാണ് ഈ ആക്രമണം നടന്നത്. ഈ കുഞ്ഞു മോനെ ഉൾപ്പെടെ മർദ്ദിക്കുകയായിരുന്നു. അതെ, ഞങ്ങൾ അനിയനെ മർദ്ദിക്കുന്ന കണ്ടപ്പോൾ തടയാൻ വേണ്ടി പോയതാണ്. അപ്പം എന്നെയും കൊച്ചിനെ പിടിച്ചിട്ടു. BJPയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചേരുന്നുണ്ട്. ഒരു കണ്ണില്ലാത്ത ക്രൂരതയാണ് നടന്നിരിക്കുന്നത് സ്ത്രീകൾക്കും ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് നേരെ ഉൾപ്പെടെ. തീർച്ചയായും ഇന്ന് പുലർച്ചെ പിരായിരി പഞ്ചായത്തിലെ വാര്യംപറമ്പ് പ്രദേശത്താണ് സ്ത്രീകൾക്കുൾപ്പെടെ 1.5 വയസ്സ് പ്രായം പോലും എത്താത്ത പിഞ്ചു കുട്ടിക്ക് നേരെ വരെ ഒരു ആക്രമണവുമായി ഒരു കൂട്ടം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ എത്തിയിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുന്നേ വർഷങ്ങളായി ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ആക്രമണങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു ആക്രമണ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസുകാരോട് ഉൾപ്പെടെ ഈ ആശുപത്രിയിലെത്തി ഇവർ ഇൻറ്റിമേഷൻ നൽകിയിട്ടും ഈ സമയം വരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൊഴി രേഖപ്പെടുത്തുന്നതിനോ മറ്റു തുടർ നടപടികളിലേക്കോ കടന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഏകപക്ഷീയമായി പോലീസ് നിൽക്കുകയാണെങ്കിൽ ഇതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ പാർട്ടി തയ്യാറല്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി തെരുവിലിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ പ്രദേശത്തൊക്കെ ശക്തമായ പ്രചാരണം BJP നടത്തിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യം തന്നെയാണ്. പിരായിരി പഞ്ചായത്തിലെ പാർട്ടി അതിശക്തമായ വളർച്ചയിലാണ്. അവിടെ മെമ്പർമാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരിൽ എണ്ണം കൂടിയുണ്ട്, വോട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് CPM ഭാഗത്തിൽ ഒരു അക്രമം ഉണ്ടായത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു ചെറിയ സംഘർഷം ആ ഭാഗത്തുണ്ടായിരുന്നു. ആ സമയത്ത് BJPയുടെ സ്ഥാനത്തെ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും അവിടെ ഒരു വാർഡിൽ പാർട്ടിയുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ട് പോലീസുകാരുടെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷം നടന്നു, അമ്പലപ്പറമ്പിൽ വെച്ചിട്ട് നമ്മുടെ പ്രവർത്തനം മർദ്ദിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ടാണ് വീട് കയറി ആ പ്രവർത്തനത്തെയും കുടുംബത്തെയും വീണ്ടും ആക്രമിച്ചത്. അപ്പോൾ ആദ്യമുണ്ടായ സംഘർഷത്തെ പുറകിലാണ് ഉണ്ടെന്നുണ്ടാകുന്നത്. അപ്പോൾ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. അതിനെതിരെ പോലീസ് നടപടി എടുത്തിട്ടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്ക് അടികൊണ്ടുണ്ട്, അതിനെതിരെ ആക്ഷൻ ഉണ്ടായിട്ടില്ല. വീട് കയറി ആക്രമണം, അതിലും ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസ് എടുക്കേണ്ട ഒരു നടപടി എടുത്തിട്ടില്ല. മാത്രമല്ല ആ സ്ഥലത്ത് പോകാനോ പരിശോധിക്കുവാനോ ഇടപെടൽ നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ സാക്ഷികൾ വരെ ഭീഷണിപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ജനങ്ങൾ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ആ പ്രദേശത്ത് സംജാതമായിട്ടുള്ളത്. അതുതന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള നിസ്സംഗത ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന പരാതിയായിട്ട് വരുന്നത്. കൃത്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉൾപ്പെടെ ആക്രമണം നടന്നിട്ടും പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് BJP പ്രധാനമായിട്ട് പരാതിയായിട്ട് ഉന്നയിക്കുന്നത്.